നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലകൾ തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് 3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലോട്ട് ചെറുതായിട്ട് എരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിപ്പത്തിലുള്ള സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട്. സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി ക്രഷ് ചെയ്തതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ തന്നെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലകളുടെ റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ആദ്യം 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു, പിന്നീട് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ മസാല ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ 4 സൈഡിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഗ്രേവിയിലോട്ട് മുട്ട ഇടുമ്പോൾ മുട്ടയിലോട്ട് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറും എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയിലോട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഗ്രേവി എല്ലാം മുട്ടയിലോട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം 1 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്